പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമീൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഫേസ്ബുക്കിൻ്റെ ചില പ്രോബ്ലം ആയിരുന്നു. അപ്ലോഡായിട്ട് അത് റിലീസായി കിട്ടുന്നില്ല. അപ്ലോഡാകുന്നതുകൊണ്ട് ഫിനിഷിങ് എന്ന് കാണിക്കുന്നുണ്ട്, പക്ഷേ അത് റിലീസായി കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാനതിരുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡ് ഫെബ്രുവരി 3 ചെയ്തത്. യൂട്യൂബിലിട്ടിട്ട് അത് ഫേസ്ബുക്കിലോട്ട് ഷെയർ ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും കാണാൻ പറ്റിയോ ഇല്ലെന്നറിയില്ല. പബ്ലിക്കിന് വേണ്ടി ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെയും കൂടെ ഏതായാലും ചെയ്യുവാണ്. ഒരുപാട് ദിവസം നീണ്ടു പോകുമ്പോൾ എനിക്കത് ഒരു പ്രയാസമുള്ളതുപോലെ തോന്നുന്നു. ആ ഫേസ്ബുക്കിൻ്റെ അത് ശരിയാക്കാൻ സാധിക്കുന്നില്ല, എന്തോ പറ്റിയെന്ന് അറിഞ്ഞൂടാ. നമുക്ക് തുടങ്ങാം. കർത്താവ് നമുക്കിത് ഭംഗിയായിട്ട് ചെയ്യുന്നതിനും ഗ്രഹിക്കുന്നതിനും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ 1-ാം അധ്യായമാണ്. 66 വരെയുള്ള വാക്യങ്ങൾ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കാൻ, ഇനി ചിലപ്പോൾ അത് ശ്രദ്ധിക്കാത്തവർ, അതിൽ ഫേസ്ബുക്കിൽ കിട്ടാതിരുന്നവർ ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ഓടിച്ചിട്ട് ഒന്നും കൂടെ ആ കഴിഞ്ഞ കാര്യങ്ങളൊന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഇപ്പം മറിയത്തിൻ്റെ സ്തോത്രഗീതം, സ്തുതിപ്പ് അവൾ പറഞ്ഞു. അന്ന് സഭയിൽ ഉണ്ടായിരുന്ന ഒരു ആരാധന ഗീതമാണ് ഇവിടെ ലൂക്ക വളരെ സമർത്ഥമായിട്ട് ആ സന്ദർഭത്തിനനുസരിച്ച് അവിടെ ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ലൂക്കായുടെ സ്വന്തം ആവിഷ്കാരം അല്ല അന്നുണ്ടായിരുന്നു. അതിൽ 1-2 കാര്യങ്ങൾ ഉള്ളൂ അതിൽ കൂടുതൽ അതിൽ ചേർത്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ 40 അതിൽ നമ്മൾ കണ്ടു ശമൂവേലിൻ്റെ ജനന സമയത്ത് അന്ന പാടിയ ആ ഗീതം, അതിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അന്നത്തെ സഭയിൽ ആരാധനയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയിരുന്നിരിക്കണം. അങ്ങനെയാണെന്നാണ് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത്. എന്തായാലും അതിവിടെ അത് ഉചിതമായ ഒരു കാര്യമാണ് അവിടെ അത്രയും ചേർത്തത്. ഇവിടെ മറിയം പറയുന്നുണ്ട്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം, ഇവിടെ POCയുടെ ബൈബിളിലാണ് ഞാൻ വായിക്കുന്നത്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അത് ഒന്ന് അപ്പം അവിടെ പരിശുദ്ധാത്മാവിനെ അവിടുന്ന് യോനാ സ്നാപകന് കൊടുക്കാൻ, വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് മറിയം അവിടെ പോയത്. പ്രധാനപ്പെട്ട കാര്യം അതായിരുന്നു. അതാണ് ലൂക്ക ഇവിടെ പ്രത്യേകം കാണിക്കുന്നത്. ലൂക്കായുടെ രചനകളിലെല്ലാം തന്നെ 2 രചനകളിലും കാണിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നായകത്വമാണ്. എല്ലാം കർത്താവിൻ്റെ കാര്യങ്ങൾ എല്ലാം ചെയ്യുന്ന സുവിശേഷവും സഭയുടെ ആ പോക്കും എല്ലാം യേശുവിൻ്റെ ആ പ്രവർത്തനങ്ങളും എല്ലാം തുടർന്ന് യേശുവിൻ്റെ തൻ്റെ സഭയുടെ കാര്യങ്ങളുമെല്ലാം പരിശുദ്ധാത്മാവാണ് നയിക്കുന്നത്, അല്ല മനുഷ്യശക്തിയാലല്ല. അതാണ് ഇവിടെ കാണിക്കുന്നത്. മറിയം ഉടനെ യാത്ര പുറപ്പെട്ട എലിസബത്തിനെ സന്ദർശിക്കുന്നത്, അഭിവാദ്യം ചെയ്യുന്നതും, യോഹന്നാൻ ശിശു ഉദരത്തിൽ വെച്ച് തന്നെ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അങ്ങനെ മറിയത്തിൻ്റെ അഭിവാദ്യം കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് തുള്ളിച്ചാടുന്നതും ഒക്കെ കാണിക്കുന്നത് അതാണ് ഇവിടെ സമർത്ഥിക്കുന്നത്. ആ 2 വാള്യങ്ങളും 2 രചനകളും അങ്ങനെ പരിശുദ്ധാത്മാവാണ് നയിക്കുന്നത്, അത് മനുഷ്യരല്ല എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. യേശുവിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം ആത്മാവിൻ്റെ പ്രവർത്തനമാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ കത്തോലിക്കർ നമ്മൾ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നുള്ള പ്രാർത്ഥന, അതായത് ചിലർ സമാധാനം എന്ന് പറയുന്നു, അത് തെറ്റാണ്, സ്വസ്തിയാണ് ശരി, അതൊക്കെ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് ബൈബിളിൽ ഉള്ള അതേ കാര്യങ്ങൾ തന്നെയാണ്, അല്ലാതെ ഒന്നുമല്ല. ഇത് മാറ്റം വന്നിട്ടുള്ള ഒരു 10-15 വർഷമായിട്ട് സ്വസ്തി എന്നുള്ളത് സമാധാനമാക്കി മാറ്റി പറഞ്ഞ് എന്നേ ഉള്ളൂ.
അപ്പം ഇവിടെ എലിസബത്ത് പറയുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് അരുളി ചെയ്തത് വിശ്വസിക്കുന്ന മറിയം മാത്രമല്ല, പിന്നെ നമ്മൾ കർത്താവിൻ്റെ ആ ബാക്കി പെന്തക്കോസ്തായ്ക്ക് ശേഷം ഇങ്ങോട്ട് സഭയുടെ അനുയായികൾ, നമ്മൾ ക്രിസ്തു ശിഷ്യർ, സഭയുടെ പുത്രർ ആയ നമ്മൾ അങ്ങനെ കർത്താവിനാൽ എല്ലാം സാധിക്കും, എല്ലാം നിറവേറും എന്ന് വിശ്വസിക്കുക. അപ്പോൾ സഭയിലുള്ള മക്കളെയും കൂടെ ഉദ്ദേശിച്ചാണ് ഇവിടെ ലൂക്ക പറയുന്നത്. അങ്ങനെ നിറവേറുമെന്ന് വിശ്വസിച്ചവർ എല്ലാം ഭാഗ്യമുള്ളവരാണെന്നാണ് അത് നമുക്ക് പറയേണ്ടുന്നത്. അപ്പോൾ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ എന്തുവാ? പിന്നെ എൻ്റെ ശരീരം എവിടാ? അപ്പോൾ സുറിയാനിയിൽ അല്ലെങ്കിൽ അരമായ ഭാഷ, സുറിയാനിയുടെ പൂർവ്വരൂപമാണ്, ഭാഷയാണ് അരമായയുടെ പിൽക്കാല രൂപമാണ്, പരിഷ്കരിച്ച രൂപമാണ് സുറിയാനി. അപ്പോൾ അവിടെ ഇതിൽ എൻ്റെ ആത്മാവ് നപ്സ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പം നപ്സ എന്നുള്ള വാക്ക് അറമായ ഭാഷയിൽ ഞാൻ എന്നാണ് അവിടെ ഉപയോഗിക്കേണ്ടുന്നത്. എൻ്റെ ആത്മാവിന് റൂഹ എന്നാണ്, റൂഹ. അപ്പോൾ റൂഹ അതാണ് ഉപയോഗിക്കേണ്ടത്, അതല്ല ഉപയോഗിച്ചിരിക്കുന്നത് നപ്സ എന്നുള്ള വാക്കാണ്. അപ്പം അത് POCയിൽ തർജ്ജമ ചെയ്തപ്പോൾ മാറിപ്പോകുന്നതാണ്. അതിലുള്ള പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഭാഷാശുദ്ധിയിൽ ചില വ്യത്യാസങ്ങൾ വരും, അത് സാരമില്ല, അത് എന്നാലും അത് ശരിയാണ്. പക്ഷേ അത് പൂർണ്ണമായിട്ട് ശരിയാണെങ്കിൽ ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, ഞാൻ എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടെ നപ്സ എന്നുള്ള വാക്കാണ് രണ്ട് വാക്യത്തിലും ഉപയോഗിച്ചിരിക്കുന്നത്. അത് സുറിയാനി വിവർത്തനങ്ങളെല്ലാം, അത് സുറിയാനിയിൽ നിന്നുള്ള വിവർത്തനങ്ങളെല്ലാം അങ്ങനെയാണ് ഇരിക്കുന്നത്. ഇവിടെ POCയിൽ ഇങ്ങനെ കാണുന്ന ഗ്രീക്കിൻ്റെ പരിഭാഷയിൽ ഗ്രീക്കിലും അതാണ് വരേണ്ടുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അത് ലൂക്ക ഇവിടെ എഴുതിയതാണ്. ഇത് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനയിലും പറയുന്നത്, മറിയത്തെ പറ്റി പുകഴ്ത്തുന്നത്. അത് മനുഷ്യർ, നമ്മളല്ല, വിശ്വാസികൾ കത്തോലിക്കരല്ല ആദ്യം പുകഴ്ത്തിയത് ലൂക്ക തന്നെയാണ്, സുവിശേഷം തന്നെയാണ്. അല്ലെങ്കിൽ അത് നിരാകരിക്കുന്നവർ ലൂക്കായുടെ സുവിശേഷത്തെ നിരാകരിക്കണം. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് വായിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ളവർ വായിച്ച് മനസ്സിലാക്കുക. പുസ്തകമുള്ളവർ, കഴിവുള്ളവർ, നല്ല പുസ്തകമുള്ളവർ അത് വായിച്ച് മനസ്സിലാക്കുക. അവിടുന്ന് തൻ്റെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും സാധാരണ. അപ്പോൾ അതൊന്നും പ്രത്യേകിച്ച് ഞാൻ അത് വിവരിക്കേണ്ടുന്ന കാര്യമില്ല. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അതൊക്കെ അവിടെ അന്യായുടെ കീർത്തനത്തിൽ ഉണ്ട്, ദൈവത്തെ സ്തുതിക്കുന്നതിൽ ഉണ്ട്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞ ഇനിയും ഒരു കഴിഞ്ഞ കാര്യങ്ങളൊന്നുകൂടെ പറയാനുള്ളത്, മറിയം അപ്പോൾ 55 നമ്മുടെ പിതാക്കന്മാരെ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് അവിടുന്ന് തൻ്റെ കാരുണ്യം അവിടുന്ന് അനുസ്മരിച്ചുകൊണ്ട് ഇസ്രായേലിനെ സഹായിച്ചു. ഇസ്രായേലിനെ ഏതുമാണ് പിതാക്കന്മാരോടൊക്കെ പറഞ്ഞിരുന്ന യാക്കോബിനോടും അതിനു മുൻപ് ഇസാക്കിനോടും അബ്രാഹത്തോടും മോശയോടും ഒക്കെ പറഞ്ഞിരുന്ന ആ കാര്യങ്ങൾ അവിടുന്ന് അനുസ്മരിച്ചുകൊണ്ട് നാളുടെ ഇസ്രായേൽ ജനത്തിന് മേൽ അവിടുന്ന് കൃപ ചൊരിഞ്ഞു. അപ്പോൾ എന്നേക്കുമായിട്ട് ചെയ്ത വാഗ്ദാന പ്രകാരം തന്നെ മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു, പിന്നെ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഈ 3 മാസം താമസിച്ചപ്പോൾ അത് മാനുഷികമായിട്ടുള്ള ശുശ്രൂഷ, ശരീരത്തിന് ശുശ്രൂഷ ചെയ്തിരിക്കണം. പക്ഷേ പ്രധാന കാര്യം പരിശുദ്ധാത്മാവിനെ കൊടുത്ത് അവിടെ യോഹന്നാനെ വിശുദ്ധീകരിക്കുക, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാക്കുക, ജന്മപാപം ഇല്ലാതെ ജനിക്കുക, കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നതിന് അതിനുവേണ്ടി ഒരുക്കിയതാണ്. അപ്പോൾ യോഹന്നാനെ ഇത്രത്തോളം വിശുദ്ധീകരിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ ഒരുക്കിയെങ്കിൽ പരിശുദ്ധ കന്യ ഇവിടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധ കന്യാമറിയത്തിനെ ദൈവവും ജനിക്കുന്നതിന് മുൻപേ ജന്മഭാവം ഇല്ലാതെ
ഒരുക്കിയിരിക്കണം എന്ന് കത്തോലിക്ക സഭ വിശ്വസിക്കുന്നതിലും പ്രഖ്യാപിക്കുന്നതിലും എന്താ തെറ്റ്? യോഹന്നാനെ ഒരുക്കാനായിട്ട് കന്യാമറിയത്തെയാണ് അവിടെ കൊണ്ടുപോയത്, വിശദീകരിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇത് പറയുന്നതിൽ തെറ്റൊന്നുമില്ല, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, തെറ്റൊന്നുമില്ല. അത് മനസ്സിലാക്കേണ്ടതാണ് പ്രിയപ്പെട്ട നമ്മുടെ ഈ വിഘടിച്ച് നിൽക്കുന്ന മറ്റ് വിഭാഗങ്ങൾ. അപ്പോൾ അതിനെങ്കിൽ തെറ്റ് അത് അവർ മനസ്സിലാക്കണം. അപ്പം സ്നാപകൻ്റെ ജനനം അതൊക്കെ നമ്മൾ പറഞ്ഞു. അവിടുന്ന് പിതാവിൻ്റെ പേരനുസരിച്ച് സഖറിയ എന്ന പേര് ആണ് അവന് കൊടുക്കേണ്ടുന്നത്. അന്നത്തെ കാലത്തെ സമ്പ്രദായം അനുസരിച്ച് യഹൂദർക്ക് ആൺമക്കൾ ജനിക്കുകയാണെങ്കിൽ അത് പിതാവിൻ്റെ പേര്, പിതാവിന് അത് മനസ്സിലായില്ല എങ്കിൽ, അല്ലെങ്കിൽ അറിയാൻ വയ്യെങ്കിൽ വലിയപ്പൻ്റെ പേര്, പിതാവിൻ്റെ അപ്പൻ്റെ പേര് കൊടുക്കണം. അങ്ങനെ ഉള്ളൊരു നിയമമുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് പാരമ്പര്യം, നിയമമൊന്നുമല്ല പാരമ്പര്യം. അപ്പോൾ അതനുസരിച്ചാണ് ഇവിടെ പറയുന്നത് 61 അവർ അവളോട് പറഞ്ഞു, നിൻ്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേരില്ലല്ലോ, അല്ലെങ്കിൽ അമ്മയുടെ വലിയ അത് പേര് അങ്ങനെ. അപ്പോൾ അവർക്കാർക്കും ഇല്ല, അങ്ങനെയുള്ള പേരുകൾ ആർക്കും ഇല്ല. അങ്ങനെ യേശുവിന് യോഹന്നാൻ എന്ന പേര് കൊടുത്തു. അവർ അപ്പോഴത്തേക്ക് സഖറിയയുടെ ഊമനായിരുന്ന സഖറിയയുടെ വായ തുറന്നു, സംസാരിക്കാൻ തുടങ്ങി, ദൈവത്തെ പുകഴ്ത്താൻ തുടങ്ങി. യോഹന്നാൻ എന്ന പേര്, അതാണ് മാലാഖ പറഞ്ഞത്, അവന് യോഹന്നാൻ എന്ന് വിളിക്കണമെന്ന്. അപ്പോൾ യോഹന്നാൻ എന്ന് പറഞ്ഞാൽ യാഹ്വേ കരുണ കാണിച്ചു, എന്നോട് കരുണ ചൊരിഞ്ഞു, കൃപ ചൊരിഞ്ഞു എന്നുള്ളതാണ്. യോഹന്നാൻ എന്ന് പറഞ്ഞാൽ ദൈവം കരുണ കാണിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും അത് അത്ഭുതപ്പെട്ടു. അവന് ഈ ശിശു ആരായിരിക്കുമെന്നൊക്കെ അവർ വിചാരിച്ചു, അത് അതിശയമായി. അങ്ങനെ പക്ഷേ കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു, കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഉൽപ്പത്തിയിൽ പറയുന്നുണ്ട്, ഇത് കർത്താവിൻ്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന്. ഉൽപ്പത്തി 39:2 ആരുടെ ജോസഫിൻ്റെ കൂടെ. ജോസഫിനെ അവിടുന്ന് പട്ടണത്തിൽ നിന്ന് അത് കരകയറ്റി അവരവിടെ കൊണ്ടുപോയി, അവിടെ ജയിലിലായി. പക്ഷേ കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവിടെ ഈജിപ്തിൽ അധികാരിയായപ്പോഴും, പൊത്തിഫറിൻ്റെ ഭവനത്തിൽ അധികാരിയായിരുന്നപ്പോഴും കർത്താവിൻ്റെ കരം അവനോടുകൂടി ഉണ്ടായിരുന്നു എന്ന് അപ്പോഴുണ്ടായിരുന്നു എന്ന് 39:2 പറയുന്നുണ്ട്. ലൂക്ക അപ്പസ്വല പ്രവർത്തനങ്ങളിൽ 11:21 പറയുന്നുണ്ട്, കർത്താവിൻ്റെ കരം അവരോടുകൂടെ ഉണ്ടായിരുന്നു, കർത്താവാണ് അവരിലൂടെ അവിടെ പ്രവർത്തിച്ചത്. അപ്പോൾ അത് സഭയുടെ ആരംഭകാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണെങ്കിലും അത് ഒരുപക്ഷെ എനിക്ക് ഇത് ഫേസ്ബുക്കിൽ അത് റിലീസാകാഞ്ഞതുകൊണ്ട് അത് ഇനിയും കിട്ടുമോ, ഇന്നിപ്പം കിട്ടുവാണെങ്കിൽ പറയുന്നവർക്കാണ്. അല്ലെങ്കിൽ അവർ ഒരു കാര്യം ചെയ്യണം, ഫേസ്ബുക്കിലുള്ളവരെല്ലാവരും ഇത് ശ്രദ്ധിക്കണം. ഞാൻ യൂട്യൂബിൽ നിന്ന് അങ്ങോട്ട് ലിങ്ക് അയക്കുകയാണ്, അതിൽ കയറി യൂട്യൂബിൻ്റെ ലിങ്കിൽ കയറി നിങ്ങളത് കേൾക്കണം. കർത്താവിൻ്റെ കരം അവരോട് കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ സഭ അന്ത്യോക്യയിൽ പ്രവർത്തിച്ചപ്പോൾ ഉള്ള കാര്യമാണ് 11:21. അപ്പോൾ ചിതറിക്കപ്പെട്ടവർ എല്ലാവരും സ്തെഫാനോസിൻ്റെ വധത്താൽ ചിതറിക്കപ്പെട്ട് ശിഷ്യന്മാരെല്ലായിടത്തും പോയപ്പോൾ അവർ എല്ലാം സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് എല്ലാ നാടുകളിലുമൊക്കെ പോയി. അപ്പോൾ അതാണ് കർത്താവിൻ്റെ കരം അവരോടുകൂടി ഉണ്ടായിരുന്നത്. കാരണം കർത്താവിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ കൂടെ കർത്താവിൻ്റെ കരം കൊണ്ട് അവർ തന്നെയല്ല പ്രവർത്തിക്കുന്നത്, കർത്താവും കൂടിയാണ് എന്നുള്ളതാണ് ലൂക്ക അവിടെ പറയുന്നത്. കർത്താവാണ് അവരിലൂടെ പ്രവർത്തിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് അപ്പോൾ സഖറിയായുടെ പ്രവചന ഗീതമാണ്. വായ അഴിഞ്ഞപ്പോൾ, വാ തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവിടുന്ന് പ്രവചിക്കുകയാണ് സഖറിയ. പിതാവായ സഖറിയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രവചിച്ചു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ചു രക്ഷിച്ചു. തൻ്റെ ജനത്തെ സന്ദർശിച്ചു രക്ഷിച്ചെന്ന് പറഞ്ഞാൽ രക്ഷ അവിടെ സമാഗതമായി. നൂറ്റാണ്ടുകളായിട്ട് സഹസ്രാബ്ദങ്ങളായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന രക്ഷ, ഉൽപ്പത്തി മുതൽ ഏദൻ തോട്ടം മുതൽ ഇങ്ങോട്ട് പ്രതീക്ഷിച്ചിരുന്ന ആ രക്ഷ ഇപ്പോൾ ഇവിടെ സമാഗതമായി. അതാണ് ഇവിടെ പറയുന്നത്.
അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ചു രക്ഷിച്ചിരിക്കുന്നു. ഈ കുഞ്ഞുമുഖ ആരാ? യോഹന്നാനാണ് അതിൻ്റെ അടയാളം. തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി. ശക്തനായ രക്ഷകനെന്നാണ് ഇവിടെ POC-യിൽ നേരത്തെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ നബ്സ എന്നുള്ള വാക്ക് അവർ ഇങ്ങനെ ഉപയോഗിച്ചു. അതിൽ തെറ്റ് അതുപോലെ തന്നെ ശക്തനായ ഇതിൽ തെറ്റല്ല, എന്നാൽ ശരിയായിട്ടുള്ള അതിൻ്റെ മൂലവാക്കിൻ്റെ അർത്ഥം ഒരു രക്ഷകനെ ഉയർത്തി, രക്ഷയുടെ കൊമ്പ് എന്നുള്ളതാണ് അവിടെ പറയേണ്ടുന്നത്. അത് ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ്, ഹോൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ഹോൺ എന്ന് പറഞ്ഞാൽ കൊമ്പ്. എന്തിൻ്റെ കൊമ്പാണ്? ദാവീദിൻ്റെ വംശത്തിൽ ആ കുറ്റിയിൽ നിന്നുള്ള ഒരു മുള, ഒരു ശാഖ, ഒരു ചില്ലി എന്ന് അത് ഉണ്ടാകുന്നതിനാണ് ഹോൺ എന്ന് പറയുന്നത്. അങ്ങനെ രക്ഷയുടെ കൊമ്പ് ഉയർത്തി എന്നാണ് മറ്റ് ഞാൻ പറഞ്ഞ അരമായ സുറിയാനി ഭാഷയിലുള്ള വിവർത്തനം. പരമായ ഭാഷയിൽ അതിനങ്ങനെയാണ് നസർ എന്നുള്ള വാക്ക് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നസറിൻ്റെ അർത്ഥം മുള അല്ലെങ്കിൽ കൊമ്പ്, ഒരു കമ്പ് അല്ലെങ്കിൽ ഒരു പുഷ്ടിയുള്ള ഒരു മുള, ശാഖ, അതിൻ്റെ കിളിർത്ത് വരുന്ന നല്ലൊരു ശാഖ, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ അവിടെ ഇത് ദാവീദിൻ്റെ ഭവനത്തിൽ നിന്നുള്ള ഒരു കൊമ്പായിട്ട്, ഒരു കിളിർപ്പായിട്ട് വരുത്തി. അതുകൊണ്ടാണ് നസ്രായൻ എന്ന് പറയുന്നത്. ആ നസറിൽ കുറ്റിയിൽ, ആ മുളയിൽ നിന്നുള്ള അവൻ, അത് ആണ് നസ്രായൻ. അല്ല, മത്തായിക്ക് അത് അവിടെ പറയുന്നുണ്ട്, നസ്രായൻ നസ്രത്തിൽ വന്ന് പാർത്തുകൊണ്ട് അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുന്നത്. തെറ്റാണ്. കാരണം അത് ഇത് ബൈബിൾ പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്, നല്ലൊരു പങ്കും പറയുന്നത് അത് തെറ്റാണ്. മത്തായിക്ക് അത് മനസ്സിലാക്കിയതിലുള്ള തെറ്റാണ്. അതുകൊണ്ട് തന്നെ മത്തായി ചിലപ്പോൾ വിജാതീയ യഹൂദൻ ആയിരുന്നിരിക്കണം എന്നാണ് ഒരുപക്ഷം പണ്ഡിതർ പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ പറയത്തില്ല എന്നുള്ളതാണ്. ഇത് വായിക്കുമ്പോൾ അത് മനസ്സിലാവുമായിരുന്നു. പിന്നെ നസ്രത്ത് എന്നുള്ള വാക്കും അത്ര അവിടെ സ്ഥലവും അത്ര പരിചിതമായിട്ടുള്ള സ്ഥലമൊന്നുമല്ല. കാരണം അത് ഒരു അപ്പോഴും ഇപ്പോഴും അത് തന്നെ അങ്ങനെ ഉള്ളതല്ല. പിന്നെ ഏകദേശം ഇപ്പോഴും അതായിരിക്കണം, ആ സ്ഥലം അതായിരിക്കണം എന്നുള്ള കാര്യത്തിൽ വിശ്വസിക്കുന്നു, കാണുന്നുണ്ട്, എല്ലാവരും പോകുന്നുമുണ്ട്. അപ്പോഴങ്ങനെ ഉയർത്തി. അപ്പോൾ ആദ്യം മുതൽ തൻ്റെ വിശുദ്ധന്മാരായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അവിടുന്ന് അരുളി ചെയ്തതുപോലെ ആണ്. അപ്പോൾ അന്ന് അരുളി ചെയ്തിരുന്നത് പോലെ ഒരു ശക്തമായ ഒരു കൊമ്പ് ഉയർത്തി എല്ലാവരോടും പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ ഇങ്ങനെ പറഞ്ഞു, ഉൽപ്പത്തിയിൽ പറഞ്ഞു, ഏതാൻ തോട്ടത്തിൽ വെച്ച് പറഞ്ഞു, അവരെ ശിക്ഷിച്ചുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് ഇത് അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, മോശ, ഇങ്ങോട്ട് എല്ലാവരോടും പ്രവാചകന്മാരെ എല്ലാവരോടും പറഞ്ഞിരുന്നു. അപ്പോൾ ഈ 67 മുതലുള്ള പ്രവചനം, സ്തുതിപ്പ്, അത് പ്രവചനമാണ്. അത് 67 മുതലുള്ള പ്രവചന ഗീതത്തിൽ 75 വരെ പറയുന്നത് യേശുവിനെ കുറിച്ചാണ് പ്രവർത്തിക്കുന്നത്. അവിടെ തൻ്റെ ജനത്തെ സന്ദർശിച്ചു രക്ഷിച്ചു. തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി. ആദ്യം മുതൽ തൻ്റെ വിശുദ്ധന്മാരായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അവിടെ അരുളി ചെയ്തതുപോലെ ആ അരുളി ചെയ്തിരുന്ന യേശുവിനെ കുറിച്ചാണ്. സ്നാപകനെ പറ്റിയെല്ലാം, സ്നാപകനെ പറ്റിയും പറയുന്നുണ്ട്. ഇവിടെ യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. 67 മുതലുള്ള പ്രവചനം, ഇപ്പോൾ 75 വരെ. ഇനി 76 മുതൽ 78 പറയുന്നുണ്ട് ഉദയരശ്മി. ആ പറയുന്ന ഉദയരശ്മി യേശുവാണ്. 78 നമ്മൾക്കൊന്ന് വായിക്കാം. ഈ പറഞ്ഞ എല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമുക്ക് നമ്മുടെ പിതാക്കന്മാർ വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാനും നമ്മുടെ പിതാവായ അബ്രാഹത്തോടും ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനുമാണ്. അത് യേശുവിനെ പറ്റിയാണ്. ശത്രുക്കൾ 74 ശത്രുക്കളുടെ കൈകളിൽ നിന്ന്
വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുൻപിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്. നീയോ കുഞ്ഞെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. ഇത് സ്നാപകനെ പറ്റിയാണ്. അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. അത്യുന്നതൻ്റെ അപ്പോൾ സ്നാപകൻ ആരാധി പ്രോഫറ്റ് ഓഫ് ദി മോസ്റ്റ് ഹൈ എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ അത്യുന്നതിൻ്റെ പ്രവാചകനാണ്. ഇവിടെ യേശുവിനെ പറ്റി പറയുമ്പോഴും എന്തുവാണ്, അത്യുന്നതിൻ്റെ പുത്രനാണ് എന്നാണ് ലൂക്ക പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പം ഈ വാക്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ലൂക്ക ഇവിടെ പറയുന്നത് തന്നെ എന്താ, ഈ യോഹന്നാൻ യേശുവിൻ്റെ മുന്നോടിയാണ്. പക്ഷേ യേശു യോഹന്നാനേക്കാളും മുൻപുള്ളവനാണ് ക്രിസ്തു, അല്ലെ യേശു, അല്ലെ ഈ പുത്രൻ എന്ന് പറയുന്നത്. പുത്രൻ പണ്ട് ആദ്യം മുതലേ ഉണ്ട്, സൃഷ്ടിക്ക് മുൻപേ, യുഗങ്ങൾക്ക് മുൻപേ ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. നീയോ കുഞ്ഞെ അത്യുന്നതിൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുൻപേ പോകും. ഇവിടെ കർത്താവ് എന്നാണ് ലൂക്ക വിളിക്കുന്നത് യേശുവിനെ. കർത്താവിന് വഴി ഒരുക്കാൻ അവിടുത്തെ മുൻപേ പോകും. അപ്പോൾ അതാണ് പറഞ്ഞത്. യേശുവിൻ്റെ യോഹന്നാൻ യഥാർത്ഥത്തിൽ മുന്നോടിയാണ്, മുൻപേ ഉള്ളവനാണ്. പക്ഷേ ഇവിടെ യേശു അതിനേക്കാളും മുൻപേ ആണെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കർത്താവിന് വഴി ഒരുക്കുന്നതിന് വേണ്ടി അവിടുന്ന് മുൻപേ പോകും. അത് അവിടുത്തെ ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കാനും നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യാതിരേയം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ്. സമാധാനത്തിൻ്റെ മാർഗം എന്ന് പറഞ്ഞാൽ മിശിഹാ യുഗം, മിശിഹ കൊണ്ടുവരുന്നത് സമാധാനവും സ്നേഹവും സമാധാനവുമാണ് ആ യേശു. അപ്പോൾ അതിലേക്ക്, ആ പാതയിലേക്ക് നമ്മളെ നയിക്കുകയാണ്. അതുവരെ ഉള്ളത് അങ്ങനെ ഉള്ളതല്ലായിരുന്നു. ആ സ്നേഹവും സമാധാനവും അങ്ങനെ എല്ലാവർക്കുമായിട്ട്, സർവ്വലൗകികമായിട്ട് എല്ലാവർക്കുമായിട്ട്, എല്ലാ ജനതകൾക്കുമായിട്ട് അങ്ങനെ വന്നിട്ടില്ലായിരുന്നു. അവർ വിചാരിച്ചുകൊണ്ടിരുന്നത് അവർക്ക് മാത്രമാണ്, ആർക്കാ, യഹൂദർക്ക് മാത്രമുള്ളതാണ് സമാധാനവും രക്ഷയും സന്തോഷവും. മറ്റുള്ളവർക്ക് അങ്ങനെ അവരർഹിക്കുന്നില്ല, വിജാതീയരാണ്. ദൈവത്തിൽ, സത്യദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ല എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ലൂക്ക പറഞ്ഞു വയ്ക്കുകയാണ്, എല്ലാവർക്കും കൂടെ വേണ്ടി ആണ്. മുകളിൽ നിന്ന് ഉദയരശ്മി നമ്മളെ സന്ദർശിക്കുമ്പോൾ, ഉദയരശ്മി നമ്മളെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മുകളിലുള്ള ഉദയരശ്മി ഏതാ? യേശുവാണ്. അവിടുന്ന് ഉദയരശ്മി ഇവിടെ താഴെ വന്നു നമ്മളെ സന്ദർശിച്ചിരിക്കുകയാണ് താഴെ വന്നപ്പോൾ, ജനിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ യോഹന്നാൻ്റെ സർക്കംസിഷനും അത് പരിച്ഛേദനവും കൂടെ നടക്കുന്നതായിട്ടാണ് കാണുന്നത്. സ്വന്തമായി അവരെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഒരു വലിയ ആഘോഷമായിട്ടാണ് അപ്പോൾ ഇത് കാണുന്നത്. അപ്പോൾ അത് ഇവിടെ അടുത്ത യേശുവിൻ്റെ പരിച്ഛേദനം നടക്കുമ്പോഴും അത് ഒരു വലിയ സംഭവമായിട്ടാണ് ഇവിടെ 2-ാം അധ്യായത്തിൽ അത് കാണുന്നത്. യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് കാഴ്ചവെക്കുന്ന പരിച്ഛേദനവും സമർപ്പണവും ഒക്കെ നടത്തുന്നത്. അപ്പോൾ അതുപോലെയാണ് ഇവിടെ സ്നാപകൻ്റെ നടത്തിയിരുന്നത്. ലൂക്ക 2 വാല്യത്തിലും 2ലും വിശദീകരിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. അതായത് പുതിയ ഒരു കാര്യമല്ല ഇത്, ഒരു മതമല്ല, ഒരു തത്വചിന്തകളോ അങ്ങനെയുള്ള ഒന്നുമല്ല. പിന്നെയോ ഇപ്പോൾ ഉള്ള നിലവിലുള്ള യുഡായിസത്തിൻ്റെ, അതായത് യഹൂദ മതത്തിൻ്റെ തന്നെ പിന്തുടർച്ച എന്നല്ല, അതിൻ്റെ തുടർച്ച തന്നെയാണ്. അത് പരിഷ്കരിച്ച് അതിലുള്ള തിരുത്തലുകളൊക്കെ മാറ്റി മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. അതിലുള്ള കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ലെന്നുള്ള ആ മാറ്റി അത് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആയിട്ടുള്ള മതമായിട്ട് ആ ഭാഗം മാറ്റി എല്ലാവരോടും കരുണയും കാരുണ്യവുമാക്കി യേശു മുൻപോട്ട് നയിക്കുകയാണ് സഭയെ. അപ്പോൾ ആ സഭയാണ്, ആ സമൂഹത്തെ, അങ്ങനെയാണ് സഭ അവിടുന്ന് സ്ഥാപിതമായി. അവസാന പെന്തക്കോസ്തായോടുകൂടി, അതിന് മുൻപേ സ്ഥാപിതമായി കേസറിയയിൽ വെച്ച്
ആ വലിയ വിശാലമായ പാറപ്പുറത്ത് വെച്ച്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് അത് പൂർണ്ണമാകുന്നത് പെന്തക്കോസ്ത ദിവസമാണ്. ഉയർപ്പ്, സ്വർഗാരോഹണം, പരിശുദ്ധാത്മാവ് സ്വർഗാരോഹണ ശേഷം പരിശുദ്ധാത്മാ വർഷം കൊണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ഇവിടെ ഈ ലൂക്ക ഇവിടെ സമർത്ഥിക്കുന്നത് എന്തുവാണെന്ന് വെച്ചാൽ, അപ്പോൾ ഒരു പുതിയ ആവിർഭാവമൊന്നും അല്ല ഇത്. യൂഡായിസം ഉണ്ട്, അത് തന്നെയാണിത്, അല്ലാതെ വേറൊന്നുമില്ല. അതിൻ്റെ ഒരു തുടർച്ച, അതിലുള്ള കുറവുകളെല്ലാം നീക്കി തുടർച്ച കൊണ്ടുപോവുകയാണ്, ഒരു പൂർത്തീകരിച്ചുകൊണ്ട്. അത് കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ ലൂക്കായുടെ വിഷയമെല്ലാം. ഞാനിതൊന്നും പ്രവാചകന്മാരെയോ നിയമങ്ങളെയോ ഒന്നും അഴിക്കാനല്ല വന്നത്, ഇതൊക്കെ നിവർത്തിപ്പാനാണ്, പൂർണ്ണമാക്കാനാണ്. അവ നിവർത്തിച്ച് കഴിഞ്ഞപ്പോഴാണ് പുതിയ സഭയുണ്ടാകുന്നത്, പൂർണ്ണമാക്കുമ്പോഴാണ് പുതിയ സഭയുണ്ടാകുന്നത്. അപ്പോൾ അത് ഈ റോമൻ സാമ്രാജ്യത്തിന് ഇത് എഴുതുമ്പോഴുണ്ടായിരുന്ന റോമൻ സാമ്രാജ്യത്തിൽ, അത് ഞാൻ ആമുഖത്തിൽ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു, റോമൻ സാമ്രാജ്യാധിപതികൾ, ഭരണകർത്താക്കൾ, യഹൂദരും കൂടെ ചേർന്ന് ഇത് ക്രിസ്തു വിരോധമായിരുന്നു വരുന്നത്. അപ്പോൾ അതങ്ങനല്ല, പീഡനം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതങ്ങനല്ല, പുതിയ കാര്യമല്ല. യഹൂദമതത്തിന് കാരണം സർവ്വസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു റോമൻ സാമ്രാജ്യത്തിൽ അന്ന്. അതുപോലെയല്ലേ സർവ്വലോകത്തിന്, സർവ്വജനതകൾക്കും ഏറ്റവും അനുകൂലമായ, ഏറ്റവും യോജിക്കുന്ന, ആ പരിഷ്കൃത സമൂഹത്തിന് യോജിക്കുന്ന ഒരു മതം തന്നെയാണ്, ഒരു വിഭാഗം തന്നെയാണ് ക്രിസ്തു വിഭാഗം, ക്രിസ്തു മതം എന്ന് ഇവിടെ ലൂക്ക സമർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ 2 രചനകളിലും ഇത് തന്നെയാണ് കാണുന്നത്. അപ്പം അതായത് പുതിയ മതമല്ല, പുതിയ കാര്യമല്ല, എന്തുകൊണ്ടും ആധുനിക ലോകത്തിന് ചേരുന്നത് തന്നെയാണ്. ഇന്നും അത് തന്നെയാണ്. സന്തോഷവും സ്നേഹവും സമാധാനം ഈ മതത്തിലേ പറയുന്നുള്ളൂ. ഇത് സെമിറ്റിക്കല്ല ക്രിസ്തു മതം, മറ്റുള്ളത് സെമിറ്റിക്കാണ്. അതൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോ അതിനു വേണ്ടി തനിയായിട്ട് 2-3 മാസം 3-4 മാസം മുൻപ് ചെയ്തിരുന്നു. അപ്പോൾ സെമിറ്റിക് മതങ്ങൾ, അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ മാത്രമല്ല ഇത് പറയുന്നത്. അപ്പോൾ ലൂക്കായുടെ 2-ാം അധ്യായം 21 പറയും. ഇപ്പം ഇതിൻ്റെ യേശുവിൻ്റെ പരിച്ഛേദനം അതിൽ ദിവസമായപ്പോൾ അത് ചെയ്തു. അപ്പോൾ അത് യഹൂദരുടെ പിതാക്കന്മാരുടെ അവരോടുള്ള പാരമ്പര്യം പിന്തുടർച്ചയാണ്. അതുപോലെ യോഹന്നാൻ്റെയും കാര്യത്തിൽ അതുപോലെ തന്നെയാണ്. ഇതൊക്കെ എടുത്ത് പറയുന്നതിൻ്റെ കാര്യം, ലൂക്ക പറയുന്നതിൻ്റെ കാര്യം ഇതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ആ പിന്തുടർച്ച തന്നെയാണെന്ന് ലൂക്കായുടെ അടുത്ത രചനയിൽ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ അത് പ്രത്യേകമായിട്ട് കാണിക്കുന്നുണ്ട്. 21-ാം അധ്യായം 20, 22-ാം അധ്യായം 3-ാം വാക്യം, 23-ാം അധ്യായം 6-9, 24-ാം അധ്യായം 14 മുതൽ 16 വരെ, 26-ാം അധ്യായം 2 മുതൽ 8 വരെ, പിന്നെ 22-ൽ 23 വരെയുള്ള വാക്യങ്ങളിലും കാണുന്നുണ്ട്. അത് അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ അവസാന ഭാഗത്തെല്ലാം പൗലോസ് വാദിക്കുകയാണ് ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, അല്ലാതെ വ്യത്യാസങ്ങളൊന്നുമില്ല അതിൽ. കാരണം യഹൂദമതത്തിന് എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ ക്രിസ്തു മതത്തിന് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടുന്നതാണ്. യഹൂദമതം യഥാർത്ഥത്തിൽ ഭൂമി സാമ്രാജ്യ എല്ലാം കർത്താവിൻ്റെയാണ്, യഹോവയുടെയാണ്. അതിന് മാത്രമേ ഉള്ളവർ ആദരവ് കാണിക്കുന്നത്, ഭരണാധികാരികളെ. അതേസമയം ഇവിടെ ക്രിസ്ത്യാനികളെ ഈ വിഭാഗം അത് പൂർത്തീകരണമായപ്പോൾ യഹൂദ മതത്തിൻ്റെ നിയമങ്ങളും പ്രാബല്യങ്ങൾ ഇതെല്ലാം പൂർത്തീകരണമായപ്പോൾ ഉണ്ടായ സഭയാണ് ക്രൈസ്തവ സഭ. അതിൽ പഠിപ്പിക്കുന്നത് ഭൂമിയെ സ്നേഹിക്കാനും പിന്നെ ഭരണാധികാരികളെ സ്നേഹിക്കാനും ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി അതിനുവേണ്ടി വർക്ക് ചെയ്യാനും പ്രവർത്തിക്കാനും കൂടിയാണ്. അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഏതാ മെച്ചം? ഇത് തന്നെയാണ് എന്നാണ് ഈ ലൂക്ക ഇതിലൂടെയൊക്കെ ഇവിടെ സമർത്ഥിക്കുന്നത്. കാരണം അന്നത്തെ ആ സമയം അതായിരുന്നു. കർശനമായ ക്രൂരമായ ക്രൈസ്തവ പീഡനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് രചിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അപ്പോൾ ലൂക്കായുടെ ഈ പ്രവർത്തനം ഇത് രണ്ടും ഒന്നാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള ഒരു സവിശേഷത അതിൽ ഉള്ളത്, അതിൻ്റെ തെറ്റുകളൊക്കെ അതിലെ പോരായ്മകളൊക്കെ ഇവിടെ നികത്തി
എല്ലാ സർവ്വജനത്തിനും യോജിച്ചതായിട്ട് മാറി. ഇതുവരെ അവർ യഹൂദർ വിചാരിച്ചു അവർക്ക് വേണ്ടി മാത്രമാണ്. അങ്ങനെയല്ല, ലൂക്ക പറയും എല്ലാവർക്കും വേണ്ടി ഉള്ളതാണ് ഇതെന്ന്. അതാണ് പറയുന്നത് ഇവിടെ. ഈ ഇരുളിലും ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ 79-ാം വാക്യം, ഇരുളിലും മരണത്തിൻ്റെ നിഴലിൽ ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ്. അപ്പോൾ സമാധാനത്തിൻ്റെ മാർഗം ഇവിടെ പറയുന്നുള്ളൂ. എവിടെ? ക്രിസ്തു മതത്തിൽ. അവിടെ വരുന്നുണ്ട് മിശിഹ വന്ന് ഇവിടെ റോമാക്കാരെയും മറ്റുള്ളവരെയും എല്ലാം അധീനപ്പെടുത്തി അവരെല്ലാം ഇസ്രായേലിനെ അവരുടെ അധീനതയിൽ മോചിപ്പിച്ച് ശരിയായിട്ട് വരുമ്പോൾ ഇവർക്ക് യഹൂദർക്ക് അധികാരം കിട്ടുമ്പോൾ, ഇസ്രായേൽ ശക്തിയാകുമ്പോൾ അതാണ് സമാധാനം. ഇവിടെ ക്രിസ്തുമതം പഠിപ്പിക്കുന്ന നിങ്ങൾ എവിടെ ആയിരുന്നാലും ആ രാജ്യത്തെ സ്നേഹിച്ച് അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. ആ അധികാരികളെ സ്നേഹിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുക എന്ന്. അപ്പോൾ ഇത് രണ്ടും. അപ്പോൾ അതുകൊണ്ടാണ് ലൂക്ക പറഞ്ഞത് ഇതാണ് ഏറ്റവും ആധുനിക ലോകത്തിന് ചേർന്ന മതം, മറ്റൊരു മതം ഇല്ല അങ്ങനെ. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. തെറ്റിദ്ധാരണയുള്ളവർ അത് മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ ഇതുവരെയുള്ള 60, 80, 79 വരെയുള്ള ഭാഗങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്നത് 76, ഇനി 76 വാക്യങ്ങൾ ഇനിയൊന്ന് പറയാനുള്ളത് പറയുന്നത്, നീയോ കുഞ്ഞെ അത്യുന്നതിൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടൂ. അത് പ്രവാചകൻ അത്യുന്നതിൻ്റെ ദൈവത്തിൻ്റെ പ്രവാചകൻ കർത്താവിന് മുൻപേ പോകേണ്ടുന്നവൻ. യേശു ആരാണ്? അത്യുന്നതിൻ്റെ പുത്രനാണ്, കർത്താവാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ ആ മുകളിൽ നിന്നുള്ള ഉദയരശ്മി യേശുവാണ്. യേശു നമ്മളെ സന്ദർശിക്കുന്നത്. ജനിക്കുമ്പോൾ നമുക്ക് ആ ഉദയരശ്മി നമ്മളെ ആവരണം ചെയ്യുന്നു, നമ്മളെ നയിക്കുന്നു, നമ്മളെ സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി യോഹന്നാനെ നേരത്തെ അയച്ചിരിക്കുകയാണ്. അപ്പോൾ അപ്പം യോഹന്നാൻ മാത്രമാണോ? അന്നത്തോടെ തീർന്നോ പ്രവാചക ദൗത്യം? യോഹന്നാനോട് പ്രവാചകന്മാരുടെ കാലം കഴിഞ്ഞു. അപ്പോൾ യോഹന്നാനോട് കൂടി. അപ്പം അതിനുശേഷം ആരാ പിന്നെ ഉള്ളത്? ഇല്ലെന്നൊന്നുമല്ല, നമ്മൾ തന്നെ. നമ്മളാണ് പ്രവാചകർ. ക്രിസ്തുവിനെ വിശ്വസിച്ച് ശിക്ഷ്യപ്പെട്ട് അങ്ങനെ ജീവിക്കുന്നവരാണ്. ക്രിസ്തുവിനെ വിശ്വസിച്ച് സ്നേഹിച്ചും ക്രിസ്തുവിൻ്റെ മുറപ്രകാരം ജീവിക്കുന്നവരാണ് പ്രവാചകർ. നമുക്ക് ആ പ്രവാചക ദൗത്യം ഇപ്പോഴും ഉണ്ട്. നമുക്ക് തന്നിരിക്കുകയാണ് കർത്താവ്. അത് തന്നിട്ടാണ് പോയത്. ഇവിടെ ഇപ്പം ജെറമിയ 23:5 പറയുന്നുണ്ട്. സഖറിയ 3:8, 6:12 അത് ഇങ്ങനെ പറയുന്നുണ്ട്. ഉദയരശ്മി നമ്മളെ സന്ദർശിക്കുമ്പോൾ നമ്മൾ ഈ സമാധാനത്തിലേക്ക് വരും. അപ്പം നമ്മളാണ് ബാക്കിയുള്ളവർക്ക് അതെല്ലാം പ്രവർത്തിച്ച് കൊടുക്കേണ്ടുന്നത്, പറഞ്ഞു കൊടുക്കേണ്ടുന്നത് എന്നുള്ളത്. നമ്മളെ പ്രവാചക ദൗത്യം നമുക്കുണ്ട്, വിശ്വസിച്ചവർക്കുണ്ട്. മറ്റുള്ളവരെ അത് അറിയിക്കുക. ഈ യോഹന്നാൻ ചെയ്തതുപോലെ അവരെ ഈ രക്ഷയുടെ കാര്യം അറിയിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ അതുകൊണ്ട് മറ്റുള്ളവരോട്, അതുകൊണ്ടാണ് ഞാനും ഈ പ്രവൃത്തി ചെയ്യുന്നത്. ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു, ഇസ്രായേലിന് വെളിപ്പെടുന്നത് വരെ അവൻ മരുഭൂമിയിലായിരുന്നു. ഏത് ശിശുവിനെയാണ്? യോഹന്നാന്. അപ്പോൾ യോഹന്നാൻ വളർന്നു, അവൻ ഇസ്രായേൽ ആത്മാവിൻ്റെ ശക്തി അവനിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഇസ്രായേലിന് വെളിപ്പെടുന്നത് വരെ അവൻ മരുഭൂമിയിൽ ആയിരുന്നു. മരുഭൂമിയിൽ എന്ന് പറയുമ്പോൾ അവിടെ വൈൽഡർനെസ്, അതിൽ എല്ലാം കൊണ്ട് തിന്മയും നന്മയും എല്ലാം ഉണ്ട്. ദുഷ്ടായുകളുടെ കേന്ദ്രമാണ്, ദുഷ്ടമൃഗങ്ങളുടെ കേന്ദ്രമുണ്ട്, നിങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അവിടെ നിന്നെല്ലാം പരിശീലിച്ച് പദം വന്നു,
ദൈവ ശുശ്രൂഷയിൽ മാത്രമായിട്ട് കേന്ദ്രീകരിക്കാൻ. കാരണം അവിടെ ദൈവദൂതന്മാർ യോഹന്നാനെ ശുശ്രൂഷിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവദൂതന്മാർ അവരെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയത്. യേശുവിനെ പിൽക്കാലത്ത് കൊണ്ടുപോകുന്നുണ്ട് മരുഭൂമിയിലേക്ക് ദൂതന്മാർ, അവിടത്തേക്ക് നയിക്കുന്നുണ്ട്. അതുപോലെയായിരുന്നു യോഹന്നാനും ആത്മാവിൽ ശക്തിപ്പെട്ടു, ദൈവത്തിൻ്റെ കരങ്ങളിലായിരുന്നു. അങ്ങനെ ഇസ്രായേലിൽ വെളിപ്പെടുന്നത് വരെ അങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നു. ഇനിയും അവിടെ പ്രിയപ്പെട്ടവരെ, നമുക്കും ഇത് കേൾക്കുന്നവർക്കും ഈ ഒരു ദൗത്യമുണ്ട്, മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനും ഇതൊക്കെ ചെയ്യുന്നത്. അവിടെ നമുക്ക് ഇന്നത്തെ ഭാഗങ്ങൾ നമുക്ക് അവസാനിപ്പിക്കുന്നു. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിച്ചു നമുക്ക് ചെയ്യാൻ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, നന്ദി, നന്ദി യേശുവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവിടുത്തെ സ്തുതി, നന്ദി. കർത്താവെ അവിടുത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, വന്ദിക്കുന്നു. കർത്താവെ ഞങ്ങളുടെയിലുള്ള രോഗികളെല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നവരിലുള്ള രോഗങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ, അവരുടെ ഓരോ പ്രതിസന്ധികളെ എല്ലാം സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ കർത്താവെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളവർ ഈ കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ പ്രത്യേകമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളവരോട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ അവിടുത്തെ നാമം വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ പിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ഈ അപേക്ഷകളെല്ലാം അവിടെ സാധിച്ചു തന്നതായിട്ട് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. അതിനുവേണ്ടി അവിടുത്തെ സ്തുതിക്കുന്നു. അതായത് അവിടുത്തെ ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ഞങ്ങളുടെ രക്ഷകനായ അവിടുത്തെ പുത്രൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങേക്ക് മഹത്വവും, അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും പുകഴ്ചയും മഹത്വവും അർപ്പിക്കുന്നു. ആമീൻ. ഹല്ലേലൂയ. അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം.